കൊഞ്ചി കൊഞ്ചി നമുക്കൊരു കൊഞ്ചും കറി വെച്ചാലോ? വേണമെങ്കിൽ കൊഞ്ചും തീയലെന്നും പറയാം. നല്ല പെടയ്ക്കണ ചെമ്മീനെന്ന് പറഞ്ഞ് വാങ്ങിയതാ. ചട്ടിയിലേക്ക് ഇട്ടിട്ടും വെള്ളം ഒഴിച്ചിട്ടും ചെമ്മീൻ്റെ പെടപ്പൊന്നും നമ്മൾ കണ്ടില്ലേ. ചെമ്മീനെന്ന് പറയുന്നതിലും സുഖം കൊഞ്ച് തന്നെയാ. കൊഞ്ചി കൊഞ്ചി കൊഞ്ചേന്ന് പറയാം. ഒരുപാട് വലുതുമല്ല, തീരെ പൊടിയുമല്ല, ഒരു ഇടത്തരം കൊഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി വൃത്തിയാക്കൽ മഹാമഹമാണേ. ചാഞ്ചി കരുതലോടെ ഇവൻ്റെ തലയും ഉടലും വാലും കൂടും ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ്റെ തോട് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്നും വന്ന് നോക്കുന്നുണ്ടായിരുന്നേ. ഇവന്മാരുടെ വൃത്തിയാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവന്മാരെ ഒരുവിധ സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ. വൃത്തിയാക്കി വന്നപ്പോൾ ഒരു കിണ്ണത്തിൽ ഇവന്മാരും ഒരു ചട്ടി കൂടും മാത്രമായി ബാക്കി. ഇവന്മാരെ ഒന്നും കൂടി കഴുകി ഇനി സെറ്റാക്കാം കേട്ടോ. നമ്മുടെ തീയലിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തേങ്ങ നന്നായിട്ട് തിരുമ്മി വറുക്കാൻ എടുക്കുന്നുണ്ടേ. പിന്നെ ഇളക്കായിരുന്നു കേട്ടോ. തേങ്ങ ഒന്ന് സെറ്റാക്കണ്ടേ. ഒന്ന് പകുതി മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടി കരിഞ്ഞു പോകാതെ ലേശം ഇളക്കുകൂടി വേണം. തേങ്ങ വറുക്കൽ ഒരുവിധം സെറ്റായിട്ടുണ്ടേ. ഇനി ഇവന്മാരുടെ ചൂടൊന്ന് പോട്ടെ. പിന്നീട് ഇവന്മാരെ നമുക്ക് നന്നായി അരയ്ക്കാം. അരച്ച് കുഴമ്പ് വരുവാക്കാം. തേങ്ങ മൂപ്പിച്ച അതേ ചട്ടിയിൽ തന്നെ സവാളയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ മൂപ്പിക്കലിന് ശേഷം പിന്നീടുള്ള നമ്മുടെ പരിപാടിയാണ് ഈ വഴറ്റൽ. ഈ രണ്ട് പരിപാടികളിലാണ് കേട്ടോ ഒരു തീയലിൻ്റെ സ്വാദ് നന്നാവുന്നത്. നമ്മുടെ തക്കാളിയും ഉള്ളിയും പാതി വഴറ്റിയപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വീണ്ടും ഇളക്ക് ഇവന്മാരെ നന്നായി വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റൽ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുവിധമല്ല, തീർന്നു. ഒരു സൈഡിൽ നമ്മുടെ കൊഞ്ചുംകുട്ടനും ഇരിപ്പുണ്ടേ. വറുത്ത് വെച്ച തേങ്ങ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തത്. ഇനി മൺചട്ടി ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് എണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇവന്മാരൊന്നാകെ പൊട്ടിത്തെറിക്കുമ്പോഴേക്കും നമുക്ക് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നേരത്തെ വഴറ്റി വെച്ചവന്മാരെയും കൂടി ഇതിലേക്ക് തട്ടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി വെട്ടിത്തിളയ്ക്കട്ടെ. നമ്മുടെ അരപ്പിൽ നല്ല തിള വരുമ്പോഴേക്ക് ഈ കൊഞ്ചുംകുട്ടന്മാരെ ഇതിലേക്ക് പറക്കിയിടാം കേട്ടോ. ഇനി കറി നന്നായി മൂടി വെക്കാം കേട്ടോ. ഇവന്മാര് കിടന്ന് വേവട്ടെ. സൈഡിൽ എൻ്റെ കാശിക്കുട്ടൻ്റെ കൊഞ്ചും ഫ്രൈയും റെഡി ആവുന്നുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് എൻ്റെ കാശിക്കുട്ടൻ്റെ കൊഞ്ചും ഫ്രൈ
കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് പറ്റണം, അത്രേ വേണ്ടൂ. അങ്ങനെ നോക്കി നോക്കി അവസാനം കറി പറ്റിച്ചു. നല്ല വെള്ളരി ചോറും ചക്ക വേവിച്ചതും തീയലും ഇത്തിരി രസവും കൂട്ടി ഞാനെന്നാ ഊണ് കഴിച്ചിട്ട് വരാമേ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്